കലോത്സവ വേദിയിൽ നിറഞ്ഞാടി മാഷും കുട്ടികളും. വിവിധ ഇനങ്ങളിലായി 14ലധികം പ്രതിഭകളെയാണ് സംസ്ഥാന കലോത്സവത്തിൽ ചിലങ്കി അണിയിച്ചത്. കലാക്ഷേത്ര അമൽനാഥിനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിലെ ഈ കലോത്സവ വേദി അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയുമാണ്. കഴിവും ആത്മസമർപ്പണവും ഉള്ള കുട്ടികളാണ് മാഷിന്റെ കരുത്ത്. കലോത്സവ നഗരിയിൽ ഓളം തീർക്കുന്ന ഒരു മാഷും കുറേ കുട്ടികളുമാണിത്. മാഷിനെ കഴിഞ്ഞ തവണ നമ്മൾ പരിചയപ്പെട്ടതാണ്. മാഷിൻ്റെ പേര് കേരളവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി. കലാക്ഷേത്ര അമൽനാഥ്. സച്ചിൻ സുനിലിനെ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ ഒരു കാര്യം ആശംസിച്ചിരുന്നു. കലോത്സവ വേദിയിൽ 12ാം ക്ലാസ് കൊണ്ട് തീരുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു. ഇപ്പോൾ കുറേ ശിഷ്യകളുമായി വന്നിരിക്കുകയാണ്. അതെയോ? ഓക്കെ. എന്നാലും കലോത്സവ വേദിയിൽ വീണ്ടും എത്താനുള്ളൊരു ഭാഗ്യം കിട്ടി. അതെ, അവൻ പറഞ്ഞിരുന്നു കലോത്സവ വേദി ഒരിക്കൽ ഞാൻ വിട്ടുപോകില്ല എന്ന് പറഞ്ഞിരുന്നു. എന്ത് തോന്നുന്നു മാഷേ, 14 കുട്ടികൾ, അത് ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ 14 കുട്ടികളെ ഒരേപോലെ ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദിയിൽ എത്തിക്കാൻ കഴിയും? അതിൻ്റെ ഒരു മാജിക് എന്താണ്? അത് എനിക്ക് ക്ലാസ് ശരിക്ക് 3 കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം. അപ്പോൾ എല്ലാ വീക്കിലും 2 ദിവസം വെച്ചിട്ട് ഓരോ സ്ഥലത്തും ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ കണ്ണൂരുള്ള കുട്ടികളെല്ലാം കോഴിക്കോട് വരും, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഉള്ളത്, തൃശ്ശൂരുള്ളവർ തന്നെ, എറണാകുളത്ത് വരുന്നത് തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്തു നിന്നുള്ളവരാണ്. പിന്നെ ഇവരെല്ലാവരും 14 പേര് വന്നെങ്കിലും ഹാർഡ് വർക്കിൻ്റെ പുറത്ത് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് മോശം പേര് കേൾക്കുന്നുണ്ട്, പൈസ കൊടുത്ത് മേടിക്കുന്ന പ്രൈസാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ സത്യം ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, എൻ്റെ പിള്ളേർക്കും അറിയാം. ഈ ഇന്ന് വരെ കാശ് കൊടുത്ത് മേടിക്കാനോ അതിനുള്ളൊരു അങ്ങനെ നിന്നിട്ടില്ല. വെറും ആരോപണങ്ങൾ മാത്രമല്ല. അതെ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ എറണാകുളം ജില്ലയിൽ ഫസ്റ്റ് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ട് പലരും നമ്മളെ എന്താ പറയുക, ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. കലാകാരന്മാരെ മാനസികമായിട്ട് തളർത്താൻ കഴിയില്ലെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. അതെ. മോളുടെ പേരെന്താണ്? ദേവഗംഗ. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ. നമ്മുടെ സ്വന്തം നാടല്ലേ? കണ്ണൂരിൽ എവിടെയാണ്? കണ്ണൂർ താഴ്ചവ. കണ്ണൂർ കപ്പടിക്കുവോ? കപ്പടിക്കും. മാഷെ കപ്പടിക്കും? കോഴിക്കോട് അടിക്കും. അടിക്കുവോ? മലപ്പുറം തൃശ്ശൂർ, ഇവിടെ തന്നെ ഇരിക്കും കപ്പ്. ഇതാണ് മാഷിൻ്റെയും കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങ് വടക്കേ മലബാർ മുതൽ അങ്ങ് മധ്യ തിരുവിതാംകൂർ വരെ ഇപ്പോൾ നിലവിൽ ശിഷ്യന്മാരുണ്ട്. തിരുവനന്തപുരത്ത് ശിഷ്യൻ. അപ്പം അവിടെ കംപ്ലീറ്റ് തൂക്കി അല്ലേ? മാഷ് കംപ്ലീറ്റ് തൂക്കി. കലോത്സവ നഗരി മാഷും കുട്ടികളും കംപ്ലീറ്റ് തൂക്കിയിട്ടാണുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണ ആശംസിച്ചത് ഇത്തവണയും ആശംസിക്കുന്നു. അടുത്ത തവണയും കലോത്സവത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം ചെയ്യട്ടെ. കഴിഞ്ഞ വർഷത്തേക്കാൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ കൂടുതലുണ്ട്. അതിലും കൂടുതൽ വിദ്യാർത്ഥികളുമായി വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ.